അങ്ങനെ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നത് ലോകാത്ഭുതങ്ങളിലൊന്നായ, ലോകാത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ, ലോകമഹാത്ഭുതങ്ങളിലൊന്നായ ഈജിപ്തിലെ പിരമിഡിലേക്കാണ്. ഇത് വന്ന് കാണുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിൽ തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത്. ഇത്രയും കൊടുമുടി, ഇത്രയും ആകാശമുട്ട പൊക്കത്തിൽ കല്ല് എങ്ങനെ അടുക്കി വെച്ചു എന്നുള്ളത്. ഏതെങ്കിലും മാനുഷിക ശക്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, അതോ മനുഷ്യർ തന്നെയാണോ ഇത് നിർമ്മിച്ചത് എന്നൊക്കെയുള്ള ആശ്ചര്യപ്പെടുത്തലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത്. യന്ത്രങ്ങളും ആയുധങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇതെങ്ങനെയാണ് നിർമ്മിച്ചത്? ഇത്രയും വലിയ ഒരു ലോകമഹാത്ഭുതം. മഹാത്ഭുതമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇതൊരു വല്ലാത്തൊരു സൃഷ്ടി തന്നെയാണ്. 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ എങ്ങനെ സാധ്യമായി എന്നത് ഇന്നും നിഗൂഢമായി തുടരുമ്പോൾ 2500 മുതൽ 7000, 8000 കിലോ വരെ ഭാരമുള്ള കല്ലുകൾ വെട്ടിയെടുത്ത് 23 ലക്ഷത്തോളം ഇത്തരത്തിലുള്ള കല്ലുകൾ എങ്ങനെ എത്തിച്ചു? എത്ര മനുഷ്യർ വിയർപ്പൊഴുക്കി? ഇതൊക്കെ ആലോചിക്കുമ്പോൾ, അതും ഈ മണ്ണിൽ വന്ന് ചിന്തിക്കുമ്പോൾ, സത്യത്തിൽ കണക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ എയറിൽ കുറെ ഫോർമുല പറന്ന് നടന്നതുപോലെ. പിന്നെ ചരിത്രകാരന്മാർ പറയുന്നത് 900 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ കല്ല് എത്തിച്ചത് എന്നാവാമെന്നാണ്. എല്ലാവർക്കും സംശയമാണ്, നിഗൂഢതകളാണ് ഏറ്റവും കൂടുതൽ. ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പല ചോദ്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതെങ്ങനെ സാധിച്ചു, ഇതെങ്ങനെ പറ്റി എന്നുള്ളത്. ഈ വഴിയാണ് പിരമിഡിനകത്തോട്ട് പോകുന്നത്. കുനിഞ്ഞു വേണം പോകാൻ. ഒരാൾക്ക് കഷ്ടിച്ച് അങ്ങോട്ടും ഒരാൾക്ക് ഇങ്ങോട്ടും വരാനുള്ള വഴിയേ ഉള്ളൂ. ഇതിനകത്താണ് ഫറവോന്മാരുടെ ശവശരീരങ്ങളും രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ വെച്ചിരുന്നത്. ഭൗതിക ശരീരം ഇതിനകത്ത് വെച്ച് സ്വർണങ്ങളും രത്നങ്ങളും, അതായത് അവരുടെ ഇടയിലൊരു വിശ്വാസമുണ്ടായിരുന്നു, മരിച്ച് ഇനി പുനർജനിക്കുമ്പോൾ കഴിയാനുള്ള സമ്പത്തുകൾ മുഴുവനും ഇതിനകത്ത് അടക്കം ചെയ്ത് ആണ് അവരുടെ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് വേറൊരു കാര്യം, പുറത്ത് ചൂടാണെങ്കിലും ഇതിനകത്ത് തണുപ്പാണ്. 20 ഡിഗ്രിയിൽ, എത്ര ചൂടായിരുന്നാലും 20 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് വരില്ല, അത്ര തണുപ്പാണ്. പക്ഷേ നമ്മൾ കയറിയപ്പോഴും നമ്മൾ അനുഭവിച്ചതാണ് എങ്ങനെ ഇതിനകത്ത് തണുപ്പ് എന്നുള്ളതാണ്. ഒരു എയർ കയറാനുള്ള ഒരു വഴിയുമില്ല. അത്ര കണ്ടിട്ട് ഒരു മഹാത്ഭുതം തന്നെയാണ്. അന്നത്തെ കാലത്ത് 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നിപ്പോകുന്നത്. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ ഒന്ന് പറയുന്നത്, പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ പുറം ചട്ട നിർമ്മിച്ച് കഴിഞ്ഞപ്പോൾ പുറം ചട്ട വെളുത്ത പ്രതലമായിരുന്നു എന്നുള്ളതാണ്. അത് പിന്നീട് ചിലപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടും ഭൂകമ്പങ്ങളൊക്കെ കൊണ്ട് അടർന്ന് വീഴ്ന്നിട്ടുണ്ടാവാം. ഇപ്പോഴും അതിൻ്റെ മുകളിൽ നോക്കിയാൽ നല്ല മിനുസമുള്ള പ്രതലം നമുക്ക് കാണാം. പിന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ പിന്നുള്ള ഭരണാധികാരികൾ ഇതിൽ നിന്നും പലതും അടർത്തിയെടുത്തുകൊണ്ട് പോയി കൊട്ടാരങ്ങളും അവരുടെ സ്തൂപങ്ങളും ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നു. എന്തായാലും എത്ര പറഞ്ഞാലും ഇതിൻ്റെ ചരിത്രം പറഞ്ഞു തീരില്ല.